സാസു വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ കരിമീൻ പെട്ടും പരിപാടിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമ്മളിന്ന് കരിമീൻ മാത്രമല്ല, വേറെ കുറച്ച് മീനുണ്ട്, പുല്ലൻ, അങ്ങനെ കുറച്ച് മീനുകളുണ്ട്. എല്ലാം കൂടി ഫ്രൈ ചെയ്യുന്ന പരിപാടിയാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മീനൊന്നും ചൂണ്ടിയിടുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ സഞ്ജു സാബ് നേരത്തെ നമ്മുടെ മുൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ മഞ്ഞക്കുരുപിടുത്തം പോലുള്ള വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള. അപ്പം രാവിലെ ചൂണ്ടിടാൻ പോയപ്പോൾ എന്നെ വിളിച്ചിരുന്നു, ചൂണ്ടിടാൻ പോവുകയാണ് വരുന്നെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷേ വേറെ കുറച്ച് തിരക്കായ കാരണം പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പലപ്പോഴും നമ്മൾ വീഡിയോ എടുക്കാൻ പോകുമ്പം മീൻ കിട്ടാറില്ല, മീൻ കിട്ടുമ്പോട്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിപ്പോയി. എന്തായാലും നമ്മൾ കൂട്ടുകാരെല്ലാം കൂടി ഉച്ച കഴിഞ്ഞ് കൂടിയപ്പോഴത്തേന് അപ്പോൾ സുഹൃത്തുക്കൾ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കതിനെ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് പയ്യെ ഫ്രൈ ചെയ്യാനായിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഫ്രൈ ഒന്നുമില്ല, സ്പെഷ്യൽ അല്ലാത്ത എന്നാൽ സ്പെഷ്യലായ ഫ്രൈ എന്ന് വേണം പറയാം. അപ്പം അങ്ങനത്തെ ചെറിയ പരിപാടിയൊക്കെ ആയിട്ട് എൻ്റെ കട്ടിങ്ങും പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, കരിമീനുണ്ട്, അതുപോലെ തന്നെ വേറെ 1-2 മീനുണ്ട്. ഇത് പുല്ലൻ, അതുപോലെ കുറച്ച് വയമ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമ്മളെല്ലാം ഫ്രൈ ചെയ്യുന്നില്ല, ഒരു 3-4 എടുത്ത് ഫ്രൈ ചെയ്യുന്നു. 2 കരിമീനും അതുപോലെ ഈ പുല്ലനും ഒക്കെയാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനമായിട്ടും കുക്ക് ചെയ്യുന്നത് സഞ്ജുവാണ് കുക്കിംഗ് പരിപാടിയൊക്കെ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കി സഹായമായിട്ട് രഞ്ജി ചെയ്യാറുണ്ട്, നമ്മൾ മുന്നേ ജീപ്പിലെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആളാണ്. പിന്നെ അതുപോലെ സനിൽ വി കുര്യനുണ്ട്, നോക്കി നിന്ന് സഹായിക്കുക എന്ന് പറഞ്ഞ സനിൽ വി കുര്യനും ഉണ്ട്. അപ്പം എല്ലാവരും കൂടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ പൂർണ്ണമായും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോ കാണാം. മീൻ വെട്ടിക്കഴിഞ്ഞു, അതിനുശേഷം നന്നായിട്ട് കല്ലിലിട്ട് ഉരച്ച് കഴുകുകയാണ്. ഉരച്ച് കഴുകുന്നത് ഉളുമ്പ് പോകാൻ വേണ്ടിയാണ്, നന്നായിട്ട് അതിൻ്റെ ഉളുമ്പൊക്കെ പോകണം. നമ്മൾ എത്ര നന്നായിട്ട് വെട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉളുമ്പ് പോകണമെങ്കിൽ നന്നായിട്ട് മീൻ കല്ലിലിട്ട് ഉരച്ച് കഴുകിയാലേ ഉള്ളൂ നല്ല വൃത്തിയാകത്തുള്ളൂ, അതിൻ്റെ മണവും ആ ഉളുമ്പും ഒക്കെ പോകത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കല്ലിലിട്ട് ഉരച്ച് കഴുകുകയാണ്. കല്ലിൽ കുറച്ച് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് മീൻ. ഇതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് അത് ഉപ്പിലിട്ട് തിരുമിയെടുക്കും. അപ്പോഴത്തേന് മീൻ കുറച്ചും കൂടെ അതിൻ്റെ ഇനി എന്തെങ്കിലും ബാക്കി അതിൻ്റെ എന്തെങ്കിലും മണമോ അതോ ഉളുമ്പോ പോകാനുണ്ടെങ്കിൽ അതോടുകൂടി നല്ല ക്ലീൻ ആയിക്കോളും. പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, പച്ചക്കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചക്കുരുമുളക് എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് മീനിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിൽ പുരട്ടി തേക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ കട്ടിങ്ങും പരിപാടിയൊക്കെ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത മീനിൽ നന്നായിട്ട് വരകളിടുക. അപ്പം നമ്മൾ ഈ പുരട്ടുന്ന ഈ ഇഞ്ചിയും പച്ചമുളകും ഈ വെളുത്തുള്ളിയും ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ തേക്കുന്ന ഇത് നല്ലതായിട്ട് ഉള്ളിലേക്ക് കയറാനും മീൻ നന്നായിട്ട് പിടിക്കാനും ഒക്കെ സഹായിക്കും. അപ്പം നന്നായിട്ട് അതിന് വെട്ടുകളും കൂടി ഇതുപോലെ ഇങ്ങനെ വരഞ്ഞിടുവാണെങ്കിൽ നന്നായിരിക്കും. എത്ര പേരല്ല തിരക്കെന്ന് പറയും. കരിയാപ്പില ഇട്ടായിരിക്കുന്നു കരിയാപ്പില എടുത്തോ, വേറെ അതെ നല്ല ടേസ്റ്റ്. പച്ചപ്പുല്ല്, താമരപ്പുല്ല്, താമരപ്പുല്ല് കഴിയണം. എത്ര ടീസ്പൂൺ ഇട്ട്? 3 ടീസ്പൂൺ. കഴിഞ്ഞ പ്രാവശ്യം 3 പ്രാവശ്യം അരി കഴിയണം, 2 പ്രാവശ്യം. വെള്ളം ഒഴിച്ചോട്ടോ, കാണാമല്ലോ കണ്ണല്ലോ.
ഇത് നമ്മുടെ കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചിയും മഞ്ഞൾ പൊടി ഇട്ടിട്ടുള്ള ചെറിയൊരു നമ്മുടെ ഒരു കൂട്ടം കരിയാപ്പില. പോലെ ഉപ്പോട് പോലെ അത് നമ്മുടെ കരിമീൻ തന്നെ ഇടാം. വെട്ടിട്ടൊക്കെ നല്ലോണം അങ്ങനെ അവനെ പിടിക്കണം. നമ്മുടെ മസാല നമ്മൾ പിടിച്ചോണം. അതായത് ഈ കരിമീൻ നമ്മുടെ കൊച്ചു പിടിച്ചാ സഞ്ജു 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 മാങ്ങ. അവന് പേര് പറഞ്ഞില്ല. സഞ്ജു മാങ്ങ ഞാനാണ് കേട്ടോ. അതെ, സഞ്ജു സാബു. ആ സഞ്ജു സാബു. അവൻ 2 കരിമീനെ പിടിച്ചു, ഒരു ചെമ്പല്ലിയും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പാലപ്പള്ളി സ്പെഷ്യലാ. അതെ, പണ്ട് എത്ര കിലോ ഇവിടെ മീനാ പിടിച്ചു? 34 കിലോ. എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ അതെ ഇത്ര മീൻ മാത്രമേ ടോപ്പ് അടിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ നമുക്ക് തന്നില്ല. എന്നാലും നമ്മൾ അവനുള്ള നന്ദി പറയണം. മോശമാണ്. എന്നാലും നമ്മുടെ കരിമീൻ കണ്ടോ 1 കിലോ അടുത്തോളം, 3 കിലോ ഏകദേശം നമുക്ക് വേണ്ടി അവൻ സ്പോൺസർ ചെയ്താ. ഇതിന്റെ വെറ്റിന്റെ ഇടയിലോട്ടൊക്കെ നമ്മുടെ മസാല കൂടെ കയറണം. അവനെ നമ്മുടെ കരിമീൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഇടയിലോട്ട് അവനെ കൂടെ കയറ്റണം. കരിമീനും പുല്ലനും ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത സഞ്ജു സാബു ഇതാ നമുക്ക് വേണ്ടി വീട്ടിൽ ടീം കൂടെ കത്തിച്ച് തരികയാണ്. ഇപ്പം എല്ലാം തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പോൾ ഇത് 1 മണിക്കൂർ ഇരിക്കട്ടെ. അപ്പം നമ്മൾ അടുപ്പൊക്കെ കൂട്ടി തീയൊക്കെ കത്തിച്ചു. തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉരുളിയും അടുപ്പത്ത് വെച്ചു. ഏകദേശം 1 മണിക്കൂറായി മീൻ പുരട്ടി വെച്ചിട്ട്. അപ്പം നമ്മൾ ഉരുളിയും അടുപ്പത്ത് വെച്ച് ഇപ്പം നമ്മുടെ ഉരുളിയൊക്കെ ചൂടായി. അതുപോലെ എണ്ണ ഒഴിച്ചു. എണ്ണയും നന്നായിട്ട് ചൂടായി. അപ്പോൾ നമ്മുടെ കരിമീൻ ഇടുകയാണ് അതിലേക്ക്. എണ്ണയൊക്കെ തിളച്ച് എണ്ണയ്ക്കകത്ത് കിടന്ന് കരിമീൻ നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. നല്ല മണമൊക്കെ വന്നു തുടങ്ങി. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി. അപ്പം നമ്മളത് തിരിച്ചിടുവാണ്. ഒരു സൈഡ് ചട്ടി നല്ല ചൂടാണ്, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ പയ്യെ തിരിച്ചിടുക. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് രണ്ടും. ഇപ്പം നമ്മളതൊരു വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എന്തായാലും 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റെഡ് ബെല്ലിയാണ്. അതെ, പുല്ലൻ ശരീരം ഒക്കെ വരുവാ.
ഇതുണ്ടോണേ എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാ. സഞ്ജു നിന്റെ തള്ളാണല്ലോ പറഞ്ഞുള്ള കാര്യം പറയാം. ആ പച്ച കുരുമുളകിന്റെ ചെറിയ ഉള്ളിയുടെ എടുത്തറിയാണ്ട് അടിപൊളി, ഒന്നും പറയണ്ട. എന്നെ കൂടെ ഞാൻ വേറെ സാധനം പറയാനുണ്ട്. എന്നാ പറയാ പറഞ്ഞു പറയാം, പറഞ്ഞു ഞാൻ പറയാം. അവിടെ കുഴപ്പമൊന്നും ആ കരിമീൻ ഫ്രൈ ഒരു രക്ഷയില്ല കേട്ടോ. സഞ്ജു നിന്റെ കൊള്ളാം, നിന്റെ റെസിപ്പി കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, ഇതല്ലോ നല്ല ടേസ്റ്റാണ്. മാറും. മീനെല്ലാം തീരാറായി. ഇനിയിപ്പോൾ മുള്ളും കൂടി ഉള്ളൂ. തീർന്നു, മുള്ളും ഉള്ളൂ. ഇനി മുള്ളും കഴിക്കുന്നുള്ള പരുവത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും നമ്മൾ സുഹൃത്തുക്കളെല്ലാം കൂടി അങ്ങനെ സ്പെഷ്യലൊന്നും അല്ല, നമ്മുടേതായ രീതിയിൽ ഒരു കുക്കിംഗ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കണം അമർത്തുക, എങ്കിലേ ഉള്ളൂ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.